പൂത്താങ്കീരി വെക്കണേ. അപ്പൊ കുളിപ്പിക്കാൻ നേരം വൈകി കട അധികം കൊണിയാനൊന്നുമല്ലോ. ഓളെ ഞാൻ ഇഞ്ചി കൊറേ കാലം കൊണിയാണ്ടാവുന്നതാണ്. ഓൾക്കറിയില്ലല്ലോ ഇപ്പൊ നാളെ പോകുന്നു. നോക്കിയൊക്കെ ആമിക്കുട്ടിക്ക് ഇത് നമ്മുടെ പോലത്തെ കുപ്പായി. ഓ നോക്കിയിട്ട് നമ്മള് രണ്ടാളും ഒരേ കുപ്പായി. നാളെ കേട്ടോ ഷെഫ്കുട്ടൻ പോണപ്പോ ഞാൻ പറയുന്നില്ലേ ഷെഫ്കുട്ടൻ ആമിക്കുട്ടിയൊക്കെ വീഡിയോ എടുക്കാനൊന്നും മൂടില്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാൻ കഴിയൂലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കാം ഒന്നും വിചാരിച്ച് വീഡിയോ എടുക്കാട്ടൊന്ന്. ബാക്കി ആമിക്കുട്ടിക്ക് ഞാൻ എന്റെ പോലത്തെ ഡ്രസ്സ് തയ്ച്ചതാണ് കേട്ടോ. സൂപ്പർ കണ്ണടി നോക്കിയേക്ക് മമ്മയും ആമയും ഒരേപോലെ. ആമിക്കുട്ടി ഉറക്കം വന്ന് പൂത്താങ്കീരി വെക്കണേ. അപ്പൊ കുളിപ്പിക്കാൻ നേരം വൈകി കടപ്പ വന്നിരുന്നു. അപ്പൊ സംസാരിച്ചിട്ട് അങ്ങനെ നേരം വെക്കി. കടപ്പ എന്നും വരും കേട്ടോ ആമിക്കുട്ടിനെ കാണാന് അല്ലേ. മമ്മിനെ കാണാൻ വരുമോ? അല്ല അമ്മമ്മക്ക് തിന്ന് വേഗം ഉറങ്ങ. ബായ് ബായ്. ഉറങ്ങി നീച്ചിട്ട് കാണാ പറ. ആമിക്കുട്ടി ഉറക്കം കൊണ്ടിട്ട് ഉറങ്ങിട്ടില്ല കേട്ടോ. അപ്പോൾ കളിക്കും വേണം അവൾക്ക് ഉറങ്ങും. ആ എന്ത് ചായേ അപ്പാപ്പു വേണം? അപ്പാപ്പു എടാ ദോശ എന്തും കഴിച്ചോ? ദോശ കഴിച്ചോ? നാളെ കൂടെ ഇക്കാക്കാൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുള്ളൂ. വരുമ്പത്തിനോട് കാണാൻ പറ്റാത്ത പോലത്തിനാണ് ആയിക്കോളുണ്ട് തിന്നാതെ. കണ്ണു മാത്രം ഉണ്ടാവും ഇത്രക്കനെ. അപ്പൊ ഇത് വരുമ്പോ എന്തൊക്കെ പറയാനാവോ? വീടാണെന്നൊക്കെ പറയാനാവും. എന്റെ വീടാണെന്നൊക്കെ. നാളെ പോവാട്ടെന്ന് എന്തൊക്കെ പരിപാടികൾ ഇനി ബാക്കി സാധനങ്ങൾ എടുക്കാണ്ട് കുറച്ച് യാത്രോത്സവമുണ്ട്. കുറച്ച് ആൾക്കാർക്ക് രാമിക്കുട്ടി അങ്ങനെ ഉറങ്ങി. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പള്ളിയിലും പോയി. ഷെഫ്കുട്ടനും അമ്മയ്ക്കൊക്കെ പോയി. പള്ളിയിൽ പോയ ഒരാൾ വന്നിട്ടുണ്ട്. നല്ലപോലെ നിസ്കരിച്ചില്ല. എല്ലാവർക്കും പോയി വന്നിട്ടാ പോണ സമയത്ത് നമ്മളെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പോയി വന്നിട്ട് കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് നല്ല നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് ഉരുളക്കിഴങ്ങിട്ട കറി കേട്ടോ. അയർലൻഡ് കാരണം കഴിഞ്ഞും കുറെ സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവസാനം വരെ ഉണ്ടാവില്ല. നമുക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിൽ തലേന്ന് വരെ പരിപാടി ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പോയിക്കുക. പിന്നെ യാത്ര പറയാനും ഒക്കെ ഉണ്ട് എല്ലാവരോടും. അതിനൊക്കെ വേണ്ടി പോയിക്കുക. ഇവിടെ വലിയൊരു ഫംഗ്ഷനൊന്നും ഉണ്ടാക്കും കേട്ടോ. അത് പ്രമാണിച്ചിട്ട് നമുക്ക് പോകണമെന്ന് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. ശരിക്കും പോകണമെന്ന് അങ്ങനെ ആൾക്കാർ വിളിക്കുക അതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. ഷെഫ്കുട്ടനും അങ്ങനെ തന്നെ. എന്താണെന്ന് വെച്ചാലേ നമ്മൾ ആകെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അപ്പോൾ പിന്നെ സൽക്കാരം ഒന്നും ശരിയാവില്ല. എന്തായാലും ഞാൻ ലഞ്ച് കഴിക്കട്ടെ. അപ്പം ഞങ്ങളെ വെള്ളിയാഴ്ച സ്പെഷ്യലാണ് കേട്ടോ. നെയ്ച്ചോറ് ബീഫ് വറ്റിയത് പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് തിന്നാൻ. ആ പൂരി അല്ലട്ടോ, അത് പപ്പടാണ്. അല്ല ഈ കണ്ട സാധനങ്ങളൊക്കെ പടങ്ങനെ ചിലപ്പോ വിചാരിക്കും എന്താ പൂരി അങ്ങനെ വിചാരിക്കുന്ന പപ്പടാണ്. പപ്പടം വേസ്റ്റ് ആയി പോകുന്ന വെച്ചിട്ടേ പൊരിക്കാതെ വെച്ചാ അങ്ങനെ കേടുന്ന് വെച്ചിട്ട് ഒക്കെ പൊരിച്ചതാ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ ഓവൻ വന്നിട്ടോ. അപ്പം ഓവൻ തുരുമ്പ് പിടിച്ചിരുന്നല്ലോ. അപ്പോൾ അത് ആണെങ്കിൽ ചെറിയ ഷോക്കും ഉണ്ട്. എനിക്കാണെങ്കിൽ എപ്പോഴും പിസി ഇതൊക്കെ ഉണ്ടാക്കാൻ ഓവന് വേണം. അപ്പോൾ പുതിയ ഓവനാണ്. ഷോക്ക് എന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഇങ്ങനെ തോന്നുമ്പോൾ ഇതിനെ ചെറുതായിട്ട് കുറെ കൂട്ടുകാർ ഇങ്ങനെ ഓവനിൽ എങ്ങനെയൊക്കെ വെക്കുക താത്ത ഏതൊക്കെ ചൂടാതെ ഇതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞാൻ പിസ്സ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരണ്ട് ഇൻഷാ അല്ലാഹ്. ഓവൻ്റെ വിശേഷം അതിൽ ഉണ്ടാക്കിയിട്ടൊക്കെ കാണിച്ചു തരണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കണ്ണൂർ പലഹാരങ്ങൾ കുറേ പൊരിക്കാനുണ്ട്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പൊരിച്ച് തിന്നു. നല്ല നല്ല ടേസ്റ്റ് ഉള്ളത് തിന്നു. ഈവനിങ് ഇൻഷാ അല്ലാഹ് പൊരിക്കണം. എന്താണ് യാമി? ഓ യാമിക്കുട്ടി തുറക്കണ്. നമുക്ക് അപ്പാപ്പ് ഉണ്ടാക്കാനാണേ. കനമായിട്ട് യാമിക്കുട്ടി കൊടുക്കുന്നത് പഴം നെയ്യിൽ വാട്ടിയതും കോഴിമുട്ട പാല് പിന്നെ ചെറിയരിക്കഞ്ഞി. ഇത് നാലുമാണ് കനമായിട്ട് അവൾക്ക് കൊടുക്കുന്ന ഒരു സംഭവം. ഡെയിലി കൊടുക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഇടക്കിടക്ക് കൊടുക്കും. പഴം വാട്ടിയത് ഇതൊക്കെ കനമായിട്ട് കുറേ ഒന്നും കഴിക്കൂല. ചിലപ്പം ഒന്ന് മുഴുവൻ കഴിക്കും, ചിലപ്പോൾ പകുതിയേ കഴിക്കുള്ളൂ. ആ വാ വാ വായോ. ഗുഡ് ഗുഡ് ഗുഡ്. ഉച്ചമയക്കം. ഒരു സോഫയിലേക്ക് ഒരു സോഫയില്ല. നമ്മൾ ഉറങ്ങി കാണിച്ചു കൊടുക്കണേ. മറ്റേത് ശരിയല്ല. ഉറങ്ങിക്കോ.
ആ യാമിക്ക് പറ്റിയ ഷൂവാ. സൂപ്പർ. ഇത് സൈലന്റ് ആയിക്കണ്. പിന്നാലെ വരുന്നുണ്ട് മണിയറയിലേക്ക്. ഉണ്ണിനെ കുപ്പായുടെ കാണിച്ചാലോ? കുട്ടനക്ക് പോവാനുള്ള പെട്ടിയാണ് കേട്ടത്. ഇതിക്കൊക്കെ വെച്ച് നോക്കണം പറഞ്ഞ് വെച്ച് നോക്കിയടാ. എങ്ങോട്ടാണ് ഇതൊക്കെ എടുത്തിട്ട്? അല്ലേ ഫുർസാപ്പ വന്ന ഷൂ? എത്ര ഷൂകളാണ് എനിക്ക്ന്ന്. എത്ര ഷൂകളാ. ചോക്ലേറ്റിന്റെ കൂട്ടം പറഞ്ഞപ്പേ അത് ഓർമ്മ വന്നതാ. എന്നും ഉറങ്ങിയില്ല കേട്ടോ. ഇന്ന് പക്ഷെ അവിടെ കടന്ന് അങ്ങനെ മയങ്ങിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഞങ്ങൾ യാത്ര പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. ഇനി പോയിട്ട് പോകണം. വീട് പണിയുടെ തിരക്കും ബുബുക്കുട്ടൻ്റെ യാത്രയും ഷഫുക്കുട്ടൻ്റെ യാത്രയും അങ്ങനെയൊക്കെ കൂടെ കുറേ ഒരു ഇതുണ്ട്. യാത്രയൊക്കെ പോയിട്ടൊന്ന് റിലാക്സ് ആവാൻ കണ്ണൂർ പലഹാരങ്ങളാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതെടുത്ത് പൊരിക്കട്ടെ. പിന്നെ നബിലുട്ടിയുടെ നാത്തൂൻ്റെ കല്യാണമാണല്ലോ. കല്യാണവും നാളെയാണ്, ഷഫ്മോൻ പോണതും ഒരു ദിവസമാണ്. അത് രണ്ടും മാറിപ്പോയി ദിവസം. അതായത് ടിക്കറ്റ് എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല കല്യാണമാണെന്നുള്ളത്. അയ്യോ അമ്മനെ സ്നേഹിക്കുക, പപ്പനെ സ്നേഹിക്കണം. യാമിക്കുട്ടിനെ സ്നേഹിക്കട്ടെ. യാമിക്കുട്ടി പണിയെടുക്കുന്നവരാണ് ഓളെടുക്കട്ടെ. ആ അങ്ങനെ ചെടി നടക്കാൻ മുറ്റത്ത് പോവാ. എന്താ ചാടിക്കാൻ പോയോ? നല്ല സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇതാര വീടാ? എന്റെ വീടാണിത്. ആരെ വീടാ? ഈ നാളെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചായ കുടിക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം. പിന്നെ ഞാൻ ജയർലാൻഡിലൊക്കെ ചായ കുടി. വൺ ടു ത്രീ പറഞ്ഞ നടക്കാം. മതി മതി മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് ഗേൾ. 4 ഒക്കെ ഇവിടെ പോ. 4 5. കുറുനാപ്പിയാക്കാനാ? പപ്പയെ കുളിപ്പിക്കണല്ലേ യാമി? കഴിഞ്ഞാൽ തുണിങ്ങനെ കുളിച്ച് സുന്ദരിയായി വന്ന യാമിക്കുട്ടി അമ്മ മാറ്റി തരട്ടാ. സുഹ്മോനൊക്കെ കുട്ടിയാകുന്ന സമയത്ത് ഞാനൊന്നും കുളിപ്പിച്ചിട്ടില്ലല്ലോ. അന്നൊക്കെ നമ്മള് ചെറിയ കുട്ടികളെ നമ്മളെ തന്നെ കുളിപ്പിക്കാൻ ഒരാള് വേണം. ഇപ്പൊ വെല്ലിപ്പായി വെക്കുമ്പോ കുട്ടി കിട്ടി വെക്കുമ്പോ പിന്നെ പക്വതായില്ലേ? പക്വതായി. അന്നൊക്കെ ഇപ്പോഴാണ് പക്വതയായത്. പക്വത യാമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഭദ്രകാളിയായി അടുക്കള ഒക്കെ എടുത്തിട്ട് പോന്നിക്ക. മാമോ ആ യാമിക്കുട്ടി മാമൊക്കെ കൊടുന്നു നിൽക്കും. കട്ടിക്ക അവളെ കിച്ചൺ സെറ്റിന്റെ പാത്രമൊക്കെ എടുത്തോടുന്ന് ചെന്നൈക്ക് വിളിക്കണേ. അവിടെ പോയി അയർലൻഡ് കണ്ട് മതി മയങ്ങിട്ട് കാറ്റു വിട്. ശ്വാസോ അയർലൻഡ് കണ്ട് മതി മറന്നിട്ട് ഇവിടെ വയസ്സായാലും അമ്മയും പപ്പയും ഒരു കുഞ്ഞനിയത്തിയുള്ളൊക്കെ മറന്ന് ഫോൺ വിളിക്കാനൊന്നും വൈകരുത്. മറക്കാനാ? ആയാ മതി. എൻജോയ്. പാത്രം കഴിക്കാൻ അത് പ്രാക്ടീസ് ആയിക്കോട്ടെ. അടുക്കള കുറച്ച് പാത്രം ഉണ്ട്, പോയി കഴിക്കാം.
ഞാൻ പാത്രം കഴുകാന്നല്ല, എനിക്ക് ക്വാളിഫിക്കേഷൻസ് പറയാൻ ഇഷ്ടം. ഗുഡ് മോർണിംഗ്. ആമിക്കുട്ടി കിടക്ക നിക്കാക്ക പോവാടി. ഭക്ഷണം കഴിക്കുന്നുണ്ടോ നോട്ടെ? എവിടെ നോട്ടെ? ഭക്ഷണം കഴിച്ചു. യാമി ഭക്ഷണം കഴിക്കുന്നുണ്ട്. യാമിക്കുട്ടി കാക്കൊക്കെ ഉള്ള കുറേ വിശേഷങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. പിന്നെ ഓനക്കും കുറേ തിരക്കുകളുണ്ടായിരുന്നു, എനിക്കും വേറെയും കുറച്ച് തിരക്കുകളൊക്കെ വന്നിട്ട് ശരിക്കും അതൊന്നും പകർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പം അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ.